Hello dear friends, welcome to RJ's Physics Classes. Ray optics എന്നുള്ള ടോപ്പിക്കിലെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്കെ, റിഫ്ലക്ഷൻ, മിറേഴ്സ്, ഈ കാര്യങ്ങളായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇതിൽ വരുന്നത്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്നുള്ള എക്സ്ട്രാ ഒരു പോയിന്റും വെലോസിറ്റി ഓഫ് ഇമേജ് എന്നുള്ള പോയിന്റും ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വിചാരിക്കണേ. സോ കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യനും കൂടെ. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇവിടെ ഒരു വാളുണ്ട്, ഒരു ചുമര്. ഈ ചുമരിൻ്റെ ഹൈറ്റ് h ആണ്. ഇവിടുന്ന് ഇവിടെ ഒരു പയ്യൻ നിൽക്കണു. ഓക്കെ, ഒരു പയ്യൻ ഇവിടെ നിൽക്കണു. തൽക്കാലം ഇതൊരു പയ്യനാണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മിറർ ഉണ്ട്. ഈ പയ്യൻ ഇപ്പം നിൽക്കുന്നത് എക്സാക്ട് സെൻട്രലാണ്. ഓക്കെ, എക്സാക്ട് സെൻട്രലാണ് ഈ പയ്യൻ നിൽക്കുന്നത്. സോ ഇങ്ങോട്ടുള്ള ലെങ്ത് d, അടുത്ത ഭാഗത്തേക്കുള്ള ലെങ്ത്തും d തന്നെയാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഷുഡ് ബി ദ മിനിമം സൈസ് ഓഫ് ദി മിറർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഫുൾ സൈസ് ഇമേജ് ഓഫ് ദി വാൾ ഓൺ ദ മിറർ? ഓക്കെ, ഈ വാളിൻ്റെ ഫുൾ സൈസ് ഇമേജ് മിററിൽ കിട്ടാൻ നമുക്ക് വേണ്ട മിനിമം സൈസ് ഓഫ് മിറർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കൊരു കാര്യം അറിയാമല്ലോ, പ്ലെയിൻ മിററിൻ്റെ ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ്? ഒബ്ജക്റ്റിൻ്റെ അതേ ഹൈറ്റ് തന്നെയാണ്. ഓക്കെ, ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയണത് ഒബ്ജക്റ്റിൻ്റെ അതേ ഹൈറ്റ് തന്നെയാണ് വരിക. ഓക്കെ, ഇനി ഈ നിൽക്കണ ആളുടെ ഇവിടുന്ന് ഒരു റേ ഇങ്ങനെ പാസ് ചെയ്യാണ്. ഇതിങ്ങനെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് തട്ടണ വിചാരിക്കാം. ഓക്കെ, ഇതിങ്ങനെ പോണു. രണ്ടാമത്തെ റേ ഇങ്ങനെ പോണു, ഇത് ഇവിടെ ചെന്ന് മീറ്റ് ചെയ്യണു. ഇത് റിവേഴ്സ് അടിച്ചിട്ട് ഇവിടെ എത്തണം. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഈ ലെങ്ത്തിനെ നമ്മൾ AB എന്ന് വിളിക്കുകയാണ്. ഈ പോയിന്റിനെ C എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഈ പോയിന്റിനെ C എന്ന് വിളിക്കുകയാണ്. ഈ പോയിന്റ് C', ഇത് B', ഇത് A'. ഓക്കെ, ഇതിന് പേര് കൊടുക്കണോ? P, ഇത് Q, ഇത് R. PQ എന്ന് പറഞ്ഞാൽ X ആണ്, QR എന്ന് പറഞ്ഞാൽ Y ആണ്. ഓക്കെ, സോ ഈ ഫിഗർ കൃത്യമായിട്ട് നോക്കാം. നേരത്തെ വരച്ച ഫിഗറിൻ്റെ അതേപോലത്തെ ഒരു ഫിഗർ തന്നെയാണ് ഈ വരുന്നതും. ഇതിൽ നമുക്ക് ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കാണാം. CB', C'. ഇങ്ങനൊരു ട്രയാങ്കിൾ നമുക്ക് കാണാം. C', B'. ഇതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനൊരു വരയും കാണാം, PQ. PQൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് X ആണ്. ഈ ലെങ്ത് D, ഈ ലെങ്ത് 2D. ഉറപ്പല്ലേ? അതെങ്ങനെയാ 2D വന്ന്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ. ഓക്കെ, അപ്പോൾ ഇത് 2D വരും. ഇനി ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്, നമുക്ക് ഉറപ്പാണല്ലോ. കാരണം രണ്ടിലും ഒരു ആംഗിൾ ഉണ്ട്, രണ്ടിലും 90 ഡിഗ്രി വരുന്നുണ്ട്, ബേസ് സെയിം ആണ്. സോ B', C' ഡിവൈഡഡ് ബൈ X ഈക്വൽ ടു 3D ഡിവൈഡഡ് ബൈ D. സോ ഇത് കട്ട് ചെയ്ത് പോവും. B', C' ഇസ് ഈക്വൽ ടു 3X. ഇതേപോലെ അവിടെ രണ്ടാമത്തെ ഒരു ട്രയാങ്കിളും കൂടി നമ്മൾ കാണും. ഇങ്ങനെ C', A', C. ഓക്കെ, ഇങ്ങനൊരു ട്രയാങ്കിളും കൂടി നമ്മൾ ഇവിടെ കാണും. ഇതിൻ്റെ ഈ ഭാഗമാണ് QR. അതിനെ നമ്മൾ വിളിക്കുക Y എന്നാണ്. ഇത് C, ഇത് C', ഇത് A'. Again, ഇത് D, ഇത് 2D. ഓക്കെ, സോ A', C' ഡിവൈഡഡ് ബൈ Y ഈക്വൽ ടു 3D ബൈ D. ഓക്കെ, അപ്പോൾ D കട്ട് ചെയ്തപ്പോൾ A', C' ഈക്വൽ ടു 3Y. നമുക്ക് വേണ്ടത് ഇമേജിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ H ഇസ് ഈക്വൽ ടു 3X പ്ലസ് 3Y. or 3 into x plus y or 3 into x plus y. ഓക്കെ, ഇതാണ് എന്ത് വരിക? ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റ്. ഇതിനെയാണ് നമ്മൾ H എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വേണ്ട മിററിൻ്റെ വലുപ്പം, ഇത്രയും ഭാഗം മിറർ നമുക്ക് ആവശ്യമില്ല.
കാരണം ആ മിററിൽ റിഫ്ലക്ഷൻ ഒന്നും സംഭവിക്കണില്ല. ഇതും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ആകെ നമുക്ക് വേണ്ട മിറർ എത്രയേ ഉള്ളൂ? ഈ എക്സ് പ്ലസ് വൈ മാത്രമേ ഉള്ളൂ. സോ 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് എച്ച് എങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ മിററിൻ്റെ സൈസ് എത്രയായിട്ട് മാറും? h/3. ഓക്കെ, സോ എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ മിഡിൽ ഓഫ് mirror and a wall. Find the minimum size of mirror required to produce full size image of the wall on the mirror. Okay, so വളരെ സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരിക എന്താണ്? ഹൈറ്റ് ഓഫ് ദ മിറർ റിക്വയർഡ് ഈസ് h/3. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? ഇനി ഇപ്പം ഈ കുട്ടി നിന്നത് എക്സാക്ട് സെൻട്രലാണ്. ഇനി ആ കേസ് നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു സർഫസ്, ഇവിടെ വാൾ. ആ കുട്ടി ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്? ഓക്കെ, ആ കുട്ടി ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെ മിറർ. ഇത് രണ്ടും ഒരേ ഹൈറ്റ് അല്ല, സോറി ഒരേ ലെങ്ത് അല്ല. ഓക്കെ, ഇവിടെയായിട്ട് ഇമേജും ഉണ്ടാവും. സോ ഈ ഡിസ്റ്റൻസ് എ എന്ന് വരികയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ബി. ഓക്കെ, ഈ ലെങ്ത് എയും ഈ ലെങ്ത് ബിയും. സ്വാഭാവികമായിട്ടും ഈ ലെങ്ത് വരിക a+b. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു റേ വരും, ഇതിങ്ങനെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോവും, അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്തും. അടുത്ത റേ ഇവിടുന്ന് ഇങ്ങനെ വരും, അതിങ്ങനെ പോയിട്ട് ഈ പോയിന്റിലെത്തും, അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്തും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റേ ഡയഗ്രാം. ഇനി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു, ഈ പോയിന്റ് C', ഇത് C, ഇത് A, ഇത് B. ഓക്കെ, ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ദെൻ ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്. ക്ലിയർ ആണല്ലോ? ഇനി അഗെയിൻ ഈ പോയിന്റ്സ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈ പോയിന്റ്സ് ആവശ്യമുള്ളൂ. ഇത് വെറുതെ അങ്ങോട്ട് ഈ സർഫസിലേക്ക് കൊണ്ടുവന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇതിൽ ആദ്യത്തെ സെറ്റ് സിമിലർ ട്രയാങ്കിൾസ്, ദിസ് ഈസ് A' ആൻഡ് ദിസ് ഈസ് B'. ഓക്കെ, സോ ഫസ്റ്റ് സിമിലർ ട്രയാങ്കിൾസിൻ്റെ സെറ്റ് നമുക്കറിയാം. A', C', C. ഈ പോയിന്റ് P, ഈ പോയിന്റ് Q, ഈ പോയിന്റ് R. ഈ ലെങ്ത് X, ഈ ലെങ്ത് Y. ഓക്കെ, സോ ഇതിൻ്റെ ഇടയിൽ PQ എന്ന് പറഞ്ഞ ലെങ്ത് വരും, ഇറ്റ് ഈസ് X. ഇനി നോക്കിക്കോളൂ, CQ എന്ന് പറഞ്ഞ ദൂരം, ഇറ്റ് ഈസ് B. ഓക്കെ, വാട്ട് അബൌട്ട് C'? A+B ഉണ്ട്, B ഉണ്ട്, സോ A+2B. Okay, so what should be the ratio of sides? A', C' divided by X is equal to A+3B divided by, A+2B അല്ലേ? ഇത് A+2B ആണ് ഈ ടോട്ടൽ ലെങ്ത്. ഓക്കെ, ഇവിടുന്ന് തുടങ്ങി ഇതുവരെയുള്ള ലെങ്ത് A+2B. ഓക്കെ, ഇവിടുന്ന് Qന്ന് ഇതുവരെയുള്ള ദൂരം A+B ആണ്. സ്വാഭാവികമായിട്ടും A+2B, നോട്ട് 3B. ഓക്കെ, ഈ ടോട്ടൽ ലെങ്ത് ആണ് എന്ത് വരിക? A+2B. ഇതുവരെ A+B, ഇങ്ങോട്ട് B. ഈ ലെഫ്റ്റിലേക്ക് നമ്മൾ നോക്കണില്ല. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ ഈ സൈഡ് B. ഇതേപോലെ അടുത്ത സെറ്റ് സിമിലർ ട്രയാങ്കിൾ കിട്ടും. C', B', അതേമാതിരി തന്നെ C. ഇതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് QR എന്ന് പറഞ്ഞ ലെങ്ത് കിട്ടുക, ഇറ്റ് ഈസ് Y. ഓക്കെ, ദെൻ Q', C' എന്ന് പറയുമ്പോൾ A+B, ഇത് B മാത്രം. അഗെയിൻ C', B' divided by Y equal to A+2B divided by Y. No, A+2B divided by B. സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആണ്, സോറി. ഓക്കെ, സോ A+2B divided by B വരും. ദെൻ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ അപ്പം എന്താ നമ്മൾ ഉത്തരം പറയാം? ഓക്കെ, ഇതിന്ന് നമുക്ക് കിട്ടേണ്ട ലെങ്ത്തുകൾ കൃത്യമായിട്ട് നോക്കിക്കോളൂ. സൈഡ് ബൈ സൈഡ് ഈക്വൽ ടു ഈ സംഖ്യ കിട്ടിയില്ലേ? നമുക്ക് വേണ്ടത് ഓക്കെ X+Y ആണ്. X+Y അല്ല, A', B' എന്ന് പറഞ്ഞാൽ A', C' plus C', B' ആണ്. Means the total length will be A+2B by B into X plus A+2B by B into Y. Okay, so height of the object or height of the image is
a plus 2b by b into x plus y. a plus 2b by b into x plus y. ഇതാണ് height of the image. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ ഭാഗം a plus b, ഈ ഭാഗം b. സോ height by height equal to base by base. അതേപോലെ ഇവിടെയും കൊടുക്കുമ്പോൾ നമുക്ക് a dash c dash എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു എക്സ് കിട്ടും, b dash c dash എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു y കിട്ടും. ദെൻ ടോട്ടൽ ലെങ്ത് വിൽ ബി a plus 2b by b into x plus y. ഇതാണ് ഹൈറ്റ് ഓഫ് ദി ഓബ്ജെക്റ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സൈസ് ഓഫ് ദ മിറർ റിക്വയർഡ് ഇറ്റ്സ് ഓൺലി എക്സ് വൈ. ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല, കാരണം അവിടെ ലൈറ്റ് ഒന്നും പാസ് ചെയ്യണില്ല. ഇത്രയും ഭാഗവും നമുക്ക് ആവശ്യമില്ല, അതും പാസ് ചെയ്യണില്ല. സോ വി റിക്വയർ ഓൺലി എക്സ് പ്ലസ് വൈ. സോ സൈസ് ഓഫ് ദ മിറർ റിക്വയർഡ് ഈസ് HB divided by a plus 2b. HB divided by a plus 2b. This is the size of the mirror required if the boy is standing at an intermediate distance between wall and the mirror. Logic clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്ത ടോപ്പിക് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു സംഭവം കാലിഡോസ്കോപ്പ് പോലുള്ള ഡിവൈസുകളിൽ ബാർബർ ഷോപ്പിൽ നമ്മൾ പോയിരിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, രണ്ട് മിററുകൾ പാരലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എത്ര ഇമേജുകൾ ഫോം ചെയ്യും, പിന്നെ ഏതെങ്കിലും ആംഗിളിലാണെങ്കിൽ എത്ര ഇമേജ് ഫോം ചെയ്യും. ഇതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്നുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് അതിൻ്റെ റേ ഡയഗ്രത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് മിററുകൾ എക്സാക്ട്ലി പാരലായിട്ട് വെച്ച് വിചാരിക്കാം. ഒരു മിറർ ഇങ്ങനെയും അടുത്ത മിറർ ഇങ്ങനെയും. ഇങ്ങനെ രണ്ട് മിററുകൾ പാരലായിട്ട് വെക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഓബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഓബ്ജക്റ്റ് ഇരിക്കുന്നത്, എക്സാക്ട് സെൻറ്റർ. ഓക്കെ, ഇതിൻ്റെ കേസ് ആലോചിക്കൽ രസമാണ്. 1 സെൻറ്റിമീറ്റർ മുന്നിലായിട്ടാണ് ഓബ്ജക്റ്റ് ഇരിക്കണമെങ്കിൽ 1 സെൻറ്റിമീറ്റർ പിന്നിലായിട്ട് ആദ്യത്തെ ഇമേജ് ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? 1 സെൻറ്റിമീറ്റർ പിന്നിലായിട്ട് ആദ്യത്തെ ഇമേജ് ഉണ്ടാവും. ഈ 1 സെൻറ്റിമീറ്റർ ദൂരത്തിരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെ ഉണ്ടാവില്ലേ? ഇനി ഈ മിററിൽ നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ മിററിൽ ആ അടുത്ത ഇമേജും കൂടിയും ഈ മിറർ കാണുമല്ലോ. M1 എന്ന് പറഞ്ഞ മിറർ കൂടെ നോക്കുമ്പോൾ ഈ മിററിൻ്റെ ഉള്ളിലായിട്ട് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ എന്തുണ്ട്? രണ്ടാമത്തെ ഇമേജ് ഓബ്ജക്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ വെർച്വൽ ഓബ്ജക്റ്റ്. പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഈ ഒരു ഓബ്ജക്റ്റ് ഇവിടെ വെച്ചു കൊടുത്താൽ 1 സെൻറ്റിമീറ്റർ ദൂരത്തായിട്ട് ഇമേജ് ഉണ്ടാവും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓബ്ജക്റ്റ് ആൻഡ് മിറർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ. അതേപോലെ ഈ മിററിൻ്റെ 1 സെൻറ്റിമീറ്റർ പിന്നിലായിട്ട് അടുത്ത ഇമേജും ഉണ്ടാവും. ഈ കണ്ണാടിയിലൂടെ നോക്കിയാൽ ഈ മിററിലിരിക്കണ അടുത്ത ഇമേജ് കാണുമല്ലോ. അത് ഈ മിററിന് എത്ര ദൂരത്താണ്? ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ദൂരത്തായിട്ട് അടുത്ത ഇമേജ് ഉണ്ടാവും. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇനി ഈ പാവം കണ്ണാടിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ 1 സെൻറ്റിമീറ്ററിൽ ഇരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ഇതിൽ കാണാം. ഈ ഇമേജ് ഈ മിറർ കാണുമല്ലോ. സോ ഈ മിററിന് എത്ര ദൂരത്താണ് ഈ ഓബ്ജക്റ്റ് ഇരിക്കണേ? 1 സെൻറ്റിമീറ്റർ പ്ലസ് 2 സെൻറ്റിമീറ്റർ. സോ ഇതിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ ദൂരത്തായിട്ട് നമുക്ക് അടുത്ത ഇമേജ് കാണാം. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? ഇവിടെ ഒരു മിറർ ഉണ്ട്, ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇതിൻ്റെ നടുക്കാണ് ഓബ്ജക്റ്റ് ഇരിക്കണമെങ്കിൽ ഈ ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ഇപ്പുറത്ത് കാണും. അതേപോലെ ഈ ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ഇപ്പുറത്തും കാണില്ലേ? ഓക്കെ, അങ്ങനെ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം. സെക്കൻഡ് ഇമേജ് എവിടെയാണ് കാണുക എന്ന് ചോദിച്ചാൽ, ഒരു ഓബ്ജക്റ്റ് ഇതാണ്, അടുത്ത ഓബ്ജക്റ്റ് ഇതാണ്. സോ 2 1 3 സെൻറ്റിമീറ്റർ ദൂരത്ത്, സ്വാഭാവികമായിട്ടും 3 സെൻറ്റിമീറ്റർ ദൂരത്ത് അടുത്ത ഇമേജ് കാണും. ഇനി മൂന്നാമത്തെ ഇമേജ് എവിടെ കിട്ടാൻ നോക്കിക്കോളൂ. ഇത് 2, ഇത് 3, സ്വാഭാവികമായിട്ടും 5 സെൻറ്റിമീറ്റർ ദൂരത്താണ് മൂന്നാമത്തെ ഓബ്ജക്റ്റ് കാണുക. അപ്പോൾ മൂന്നാമത്തെ ഇമേജ് ഉണ്ടാവുക 5 സെൻറ്റിമീറ്റർ ദൂരത്ത്.
നാലാമത്തെ ഇമേജ് ഉണ്ടാവുക എവിടെ ഇരിക്കും? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഇവിടെ 5 സെൻറ്റിമീറ്റർ ദൂരത്താണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. 2 5 7. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ദൂരത്ത് അടുത്ത് ഉണ്ടാവും. 9 സെൻറ്റിമീറ്റർ ദൂരത്ത് അടുത്ത് ഉണ്ടാവും. അതേപോലെ അപ്പുറത്തെ സൈഡിലും. അങ്ങനെ എത്ര ഇമേജസ് ഫോം ചെയ്യും? ഇൻഫിനിറ്റ് ഇമേജസ് ഫോം ചെയ്യും. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? ഇനി ഇതിന് പകരം ഇങ്ങനെ 2 മിററുകൾ വെച്ചു. ഓക്കെ, ഇങ്ങനെ 2 മിററുകൾ വെച്ചു. ഇതിൽ എക്സാക്റ്റ് ഇവിടെ ഇട്ട് നമ്മളൊരു ഓബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഇത്ര ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഹൗ മെനി ഇമേജസ് ക്യാൻ ബി പ്രൊഡ്യൂസ്? ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. ഒരു റേ ഇങ്ങനെ പോകും, ഒന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോവും, അതിങ്ങോട്ട് തിരിച്ചു വരും. ഇവിടെ ഇമേജ് ഉണ്ടാവും. ഒരു റേ ഇങ്ങനെ വരും, ഇങ്ങനെ വരുന്ന അതേമാതിരി ഇങ്ങോട്ട് തന്നെ പോവും. ഓക്കെ, രണ്ടാമത്തെ റേ ഇവിടെ വന്നിടിക്കും, അത് തിരിച്ചു പോവും, അതിങ്ങനെ എക്സ്ട്രാപൊളേറ്റ് ചെയ്തോടത്ത് അടുത്ത ഇമേജ് ഉണ്ടാവും. ദിസ് ഈസ് I1, ദിസ് ഈസ് I2. ഓക്കെ, ഇനി അടുത്തൊരു കേസ് ഉണ്ട്. ആക്ച്വലി ഇവിടുന്ന് ഇങ്ങനെ ഒരു റേ വരും, ആ റേ ഇവിടെ തട്ടിയിട്ട് ഇങ്ങനെ പോവും, ഇതിങ്ങോട്ട് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു റേ വരും, അതിവിടെ തട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചു പോകും, ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ പോയിന്റിൽ മൂന്നാമത്തെ ഇമേജ് കിട്ടും. സോ ഇങ്ങനെ 2 മിററുകൾ വെച്ച് കൊടുത്താൽ, ഓക്കെ, ഇങ്ങനെ 2 മിററുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ മിറർ കാരണം എത്ര ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നമ്മൾ എന്താ പറയുക? 3 ഇമേജസ് വിൽ ഫോം എന്നാണ്. ഓക്കെ, പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ശരിക്കും 4 ഇമേജ് ഉണ്ട്. അതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഈ മിറർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് ഇമാജിൻ ചെയ്യുക, ഈ മിറർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇതിൻ്റെ വെർച്വൽ ഇമേജ് ഇവിടെ ഉണ്ട്, ഇതിൻ്റെ വെർച്വൽ ഇമേജ് ഇവിടെ ഉണ്ട്. രണ്ടും ഒരു പോയിന്റിലാവുകൊണ്ട് നമുക്കൊന്നേ കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയാണ്? അവിടെ 3 ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇതേ 2 മിററുകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ അടുത്ത മിറർ. ഓക്കെ, ഇവിടെ ഒരു മിററും ഇവിടെ അടുത്ത മിററും. ഇവിടെയാണ് ഓബ്ജക്റ്റ് ഇരിക്കണമെങ്കിൽ എത്ര ഇമേജ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? ഒരു റേ ഇങ്ങനെ പാസ് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ ഒരു റേ വരും, അതിങ്ങനെ തിരിച്ചു പോവും, ആ റേ ബാക്കിലേക്ക് വന്ന് മീറ്റ് ചെയ്യണ പോയിന്റിൽ ഫസ്റ്റ് ഇമേജ്. ദെൻ ഇവിടുന്ന് ഇങ്ങനെ റേ പാസ് ചെയ്യും, അതിങ്ങനെ പോവും, ഇതിങ്ങനെ റേ പാസ് ചെയ്യും, അത് തിരിച്ചു പോവും, ഇത് മീറ്റ് ചെയ്യണ പോയിന്റിൽ സെക്കൻഡ് ഇമേജ്. മൂന്നാമത്തെ ഇമേജിന് ഇങ്ങനെ പാസ് ചെയ്യാൻ ഇവിടെ മിറർ ഇല്ല. സ്വാഭാവികമായിട്ടും അവിടെ എത്ര ഇമേജ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? 2 ഇമേജസ്. ഇതിൻ്റെ ആംഗിൾ 90 ആണ്, ഈ 2 മിററുകൾക്കിടയിലുള്ള ആംഗിളും 90 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഈ 2 കേസിൽ ഇതിൽ 3 ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും, ഇതിൽ 2 ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി എത്ര ഇമേജസ് ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ തട്ടിപ്പ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പേരാണ് ക്രിസ് ക്രോസ് മെത്തേഡ് എന്ന്. ഓക്കെ, ക്രിസ് ക്രോസ് മെത്തേഡ് എന്നാണ് എൻ്റെ പേര്. അത് പറയാം, വളരെ ഈസിയാണത്. ഇങ്ങനെ 2 മിററുകൾ, ഒരു മിറർ അടുത്ത മിറർ. ഓക്കെ, ഇതിൽ ഇവിടെ ആയിട്ടാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നത്. ഈ മിറർ M1, ഈ മിറർ M2. ഈ മിററുമായിട്ട് ഇതുണ്ടാക്കുന്ന ആംഗിൾ 20 ഡിഗ്രി, ഈ മിററുമായിട്ട് ഇതുണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. 50 ഡിഗ്രിയാണ് രണ്ടിനും ഇടയ്ക്ക്. എക്സാക്ട് സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ ഓക്കെ. ഇത് അങ്ങനെയല്ല, ഒരു സൈഡ് 20, അടുത്ത സൈഡ് 30. ഓക്കെ, ഇതിൽ എത്ര ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് M1 M2 എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇത് 20, ഇത് 30. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇതും കൂടെ കൂട്ടുക 80, ഇതും കൂടെ കൂട്ടുക 70. അഗെയിൻ ഈ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുക, ഇത് 50 ആണ്. ഓക്കെ, ഇതെല്ലായ്പ്പോഴും 50 ആണ്. ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാ ചെയ്യുക. ഇനി 70 + 50 120, 80 + 50 130. അഗെയിൻ ഇത് 50, 130 + 50 180. 180 എത്തിയാൽ പിന്നെ അവിടുന്ന് പോകരുത്, അത് ലാസ്റ്റ് സ്റ്റോപ്പാണ്, അത് നമ്മൾ മൈൻഡ് ചെയ്യുകയും ചെയ്യരുത്. ഓക്കെ, ദെൻ 120 + 50 170.
ഇനി വേണ്ടാന്ന് ഉറപ്പല്ലേ, കാരണം 170 + 50 എന്ന് പറഞ്ഞാൽ 220 ആണ് വരിക, അങ്ങോട്ട് പോവില്ല. ഇനി എണ്ണിക്കോളൂ, 1 2 3 4 5 6 7 7 ഇമേജസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? 7 ഇമേജസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതിൽ എത്ര ഇമേജസ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ വി വിൽ ഗെറ്റ് 7 ഇമേജസ്. ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് വിചാരിച്ചോളൂ, ഈ രണ്ട് മിററുകൾക്കിടയിലുള്ള ആംഗിൾ തൽക്കാലം ഇത് 120 എന്ന് എടുക്കുകയാണ്, വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം ഇത് 120 ഡിഗ്രി എന്ന് എടുക്കുകയാണ്. സോ ദിസ് ഈസ് 60 ആൻഡ് ദിസ് ഈസ് 60. അപ്പം എന്താവും ക്രിസ് ക്രോസ് മെത്തേഡ് വെച്ച് ചെയ്താൽ നമുക്ക് ആലോചിച്ച് നോക്കാം. M1 M2 60 60. അപ്പം ഇത് 120 അല്ലേ? ഓക്കെ, ഇത് 120 ആണല്ലോ വരുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് വരും? 120 + 60 180. ഓക്കെ, ദെൻ 120 + 60 180. ഇത് രണ്ടും മൈൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ എത്ര ഇമേജസ് ആണ് കിട്ടണത്? 2 ഇമേജസ്. ഓക്കെ, ഈ കേസിൽ നമുക്ക് കിട്ടുക 2 ഇമേജസ് ആണ്. പറഞ്ഞ ലോജിക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ ക്രിസ് ക്രോസിൻ്റെ കേസിൽ ഒരു ചെറിയ ഐഡിയയും കൂടി നമ്മളതിൽ മനസ്സിലാക്കാണ്ട്, ഇറ്റ് ഈസ് ഓവർലാപ്പിംഗ് ഓഫ് ഇമേജസ്. ഓക്കെ, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. ഈ രണ്ട് മിററുകൾക്കിടയിൽ 60 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഇത് 20 ഡിഗ്രി, ഇത് 40 ഡിഗ്രി, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു 20 40, ഇതിൻ്റെ ഇടയ്ക്ക് വരിക 60. സോ ഇത് എത്രയാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാലോ, 60 + 40 100. ഇത് രണ്ടും കൂടിയും കൂട്ടിയതാണ് ഇവിടെ വരിക. 20 + 60 80. ഓക്കെ, ഇനി അഗെയിൻ ഇവിടെ എന്തുണ്ട്? 60. സോ ഇങ്ങോട്ട് വരുമ്പോൾ 60 + 80 140. ഇങ്ങോട്ട് വരുമ്പോൾ 100 + 60 160. ഇനി ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പാണ് 160 കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ 60 ആണ് വരുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ദിസ് ഈസ് 220, ഇത് കൗണ്ട് ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് 200, ഇതും കൗണ്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ എത്ര ഇമേജസ് ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ എണ്ണേണ്ടത് 1 2 3 4 5 6 അല്ലേ, 6 ഇമേജസ് ആണ് നമ്മൾ പറയേണ്ടത്. അതിൽ ഒരേ ഒരു കാര്യം മാത്രം ചെക്ക് ചെയ്യാം. ഇങ്ങനെ വരുന്ന ഈ ഒരു ഈ ഒരു ആർക്ക് ഷേപ്പ്, ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് കിട്ടണതെങ്കിൽ ആ രണ്ട് ഇമേജുകൾ ഓവർലാപ്പിംഗ് ഇമേജുകളാവും. ആ 3 ആംഗിളുകൾ കൂട്ടുമ്പോൾ 360 ഡിഗ്രി വന്നാൽ അതിലൊന്ന് മാത്രമേ മൈൻഡ് ചെയ്യാൻ പാടുള്ളൂ, കാരണം ഒന്നിൻ്റെ മുകളിൽ രണ്ടാമത്തത് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത് നോക്കിക്കോളൂ. 40 + 60 + 20 ഇറ്റ് ഈസ് 120, നോ പ്രോബ്ലം. 80 + 60 + 100 140 + 100 240, നോ പ്രോബ്ലം. ദെൻ 160 + 60 + 140 ഇറ്റ്സ് വാല്യൂ ഈസ് 360 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇമേജുകൾ ഓവർലാപ്പിംഗ് ആണ്. അപ്പം നമുക്ക് ഇതിനെ ഒഴിവാക്കാം. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. കൃത്യമായിട്ട് ആ ഡാറ്റ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിന് നമ്മൾ മറ്റൊരു ഇക്വേഷൻ വെച്ചിട്ടും കണ്ടുപിടിക്കാറുണ്ട്. ഇതിൽ ഏത് ഓവർലാപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളോ കിട്ടാനാണ് ക്രിസ് ക്രോസ് മെത്തേഡ് യൂസ് ചെയ്യുക. അല്ലാത്തൊരു കേസിൽ രണ്ട് മിററുകൾക്കിടയിൽ ഉണ്ടാവുന്ന ആംഗിൾ തീറ്റ, ഓക്കെ, എത്ര ഇമേജസ് ഫോം ചെയ്യുമെന്ന് ചോദിച്ചാൽ find out 360 by theta. Okay, find out 360 by theta. It is n. If n is even, n എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ number of images will be n-1. number of images will be n-1. വളരെ സിമ്പിളാണ് ഈ ഡാറ്റ പറയാൻ. ഇപ്പോൾ രണ്ട് മിററുകൾക്കിടയിൽ 90 ഡിഗ്രിയാണ് ആംഗിൾ. ഓക്കെ, 90 ഡിഗ്രിയാണ് രണ്ട് മിററുകൾക്കിടയിലുള്ള ആംഗിൾ എങ്കിൽ 360 by 90, its answer is 4. 4 is an even number, so number of images formed will be 3. ഇതിൻ്റെ റേ ഡയഗ്രാം ഞാൻ കുറച്ച് മുന്നേ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ, ഇതിൻ്റെ റേ ഡയഗ്രാം ഞാൻ കുറച്ച് മുന്നേ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 3 ഇമേജസ്, ഒന്ന് ഇവിടെ, അടുത്തത് ഇവിടെ, അടുത്തത് ഇവിടെ. വീഡിയോ ഒന്ന് ബാക്കിലേക്ക് നോക്കിയാൽ, റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി വാച്ച് ദാറ്റ് ഏരിയ. ഓക്കെ, സോ അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി 3. ഓക്കെ, if 360 by theta n is odd, ഇവനിൽ നോ പ്രോബ്ലം, അത് എങ്ങനെ ചെയ്താലും സെയിം ആണ്, n-1 ആണ് വരിക. ഓക്കെ, ദെൻ ഇഫ് ദ കേസ് ഈസ് സിമ്മട്രിക് ആൻഡ് ഇഫ് ദ കേസ് ഈസ് അൺസിമ്മട്രിക്, okay, if the case is symmetric and the case is unsymmetric, in the case of symmetric the number of images will be n-1. In the case of unsymmetric the number of images will be n itself. Okay, in the case of unsymmetric the number of images will be n itself. In the case of symmetric the number of images will be n-1. Okay, so ആ രണ്ടും കൃത്യമായിട്ട് എഴുതിയെടുക്കൂ. സിമ്മട്രിക് ആയിട്ട് വരുന്നതും അൺസിമ്മട്രിക് ആയിട്ട് വരുന്നതും എന്നുള്ള 2 കേസുകളാണ് അവിടെ വരുന്നത്. ഓക്കെ, സോ അൺസിമ്മട്രിക്കിൽ മാത്രം n = n ആണ്, ബാക്കി എല്ലാ കേസിലും n-1. അതാണ് ആലോചിക്കാൻ എളുപ്പം. ഇതെന്താ ഈ സിമ്മട്രിക്കും അൺസിമ്മട്രിക്കും ഒക്കെ എന്നറിയാണ്ടൊരു ഡൗട്ട് വരും. ടേക്ക് ദ കേസ് 120. ഓക്കെ, ടേക്ക് ദ കേസ് 120 ഡിഗ്രി അല്ല ഇത്, നിങ്ങൾക്കും എനിക്കും അറിയാം കേട്ടോ. ഇത് 120 അല്ല, നമുക്ക് 2 കൂട്ടർക്കും അറിയണതാണ്. ഓക്കെ, ദെൻ സിമ്മട്രിക് മീൻസ് ഇത് 60, ഇത് 60. ഇതുപോലത്തെ എന്തോ ഒന്ന് നേരത്തെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഫൈൻ. ഒരിക്കൽ കൂടെ വരയ്ക്കാം. m1 m2 കാരണം ഇത് വരയ്ക്കാൻ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം. ഓക്കെ, സോ ദിസ് ഈസ് 120, ദിസ് ഈസ് 180, യു കോൺ കൗണ്ട്. ദിസ് ഈസ് 180, യു കോൺ കൗണ്ട്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ 1 2. ഓക്കെ, 360 by 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 by 180 എന്ന് പറഞ്ഞ് 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. 360 by 120 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, സോ ഇത് സിമ്മട്രിക്കൽ ആയിട്ടാണ് വെച്ചതെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് പ്രൊഡ്യൂസ് വിൽ ബി n-1 means 3 minus 1 equal to 2. ശരിയല്ലേ? 2 ഇമേജ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. സിമ്മട്രിക് എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? 2 മിററിലേക്കും ഈക്വൽ ആംഗിളിൽ എന്ത് ചെയ്യുക, നമ്മൾ ആ ഓബ്ജക്റ്റിനെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അൺസിമ്മട്രിക് എന്ന് പറഞ്ഞാലോ സിമ്പിൾ. ഈ 2 മിററുകൾ 120 എന്നൊക്കെ ഞാൻ ചുരുക്കി പറയുകയാണ്, തൽക്കാലം അത് 120 എന്ന് എടുത്തോളുക. ദിസ് ഈസ് 40 ഡിഗ്രി ആൻഡ് ദിസ് ഈസ് 80. കാരണം നമ്മൾ ഈ ഫിഗർ നോക്കിയിട്ടല്ല അതിൻ്റെ ആൻസർ പറയണത്, ക്രിസ് ക്രോസ് മാപ്പ് നോക്കിയിട്ടാണ്. ഓക്കെ, സോ m1 m2, ദിസ് ഈസ് 40, ദിസ് ഈസ് 80 ആൻഡ് ദിസ് ഈസ് 120. Okay, so this is 200, you can't count this, but this is 160, you can count this. Up to 180, you have to count the images. So this is 1, this is 2 and this is 3. So ഇവിടെ 3 images produce ചെയ്യും, 3 images. പിക്ചർ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇപ്പോൾ 360 by 90, 360 by 60 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈവൻ നമ്പറുകളാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെ കൊണ്ടുവച്ചാലും, ഇപ്പോൾ ഇത് 20, ഇത് 70, നോ പ്രോബ്ലം. നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി n-1. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടുമോ അതൊന്ന് കുറയ്ക്കുക. ഈവൻ നമ്പർ ആവുമ്പോൾ നോ സച്ച് പ്രോബ്ലംസ്. വട്ട് എവർ ബി ദ നമ്പർ, n-1 ഷുഡ് ബി നമ്പർ ഓഫ് ഇമേജസ്. ഇൻ ദ കേസ് ഓഫ് even number, if 360 by theta is even, if 360 by theta is odd, in the case of symmetric number of images will be n-1. In the case of unsymmetric number of images will be n itself. Logic clear? Okay, so number of images or multiple reflection എന്ന് പറഞ്ഞ ഏരിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. The next one is velocity of image. വെലോസിറ്റി ഓഫ് ഇമേജ്. ഇവിടെ ഇങ്ങനൊരു മിറർ ഉണ്ട്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇറ്റ്സ് മൂവിങ് വിത്ത് എ വെലോസിറ്റി VO.
What should be velocity of image? എന്നാണ് അറിയേണ്ടത്. vi. Very simple. ഈ ഡിസ്റ്റൻസ് x ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് രണ്ടും ഈക്വൽ ആണ് നമുക്കറിയാം. ഓക്കെ, സോ ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റുക എന്താണ്, -y എന്നാണ്. ഒരു ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ എന്തെടുക്കണം, നെഗറ്റീവ് എടുക്കണം. സോ x ഈക്വൽ ടു -y. ഓക്കെ, ദെൻ dx by dt, that's equal to minus dy by dt. dx by dt is velocity of object, that's equal to dy by dt of velocity of image. ഇത് പക്ഷേ ഇങ്ങനെ അല്ല പഠിച്ചു വെക്കേണ്ടത്. ഇത് പഠിച്ചു വെക്കേണ്ടത് എങ്ങനെയാണ്, വെലോസിറ്റി ഓഫ് ഓബ്ജെക്റ്റ് വിത്ത് റെസ്പെക്ട് ടു മിറർ, വെലോസിറ്റി ഓഫ് ഓബ്ജെക്റ്റ് വിത്ത് റെസ്പെക്ട് ടു മിറർ, വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു മിറർ. ഓക്കെ, സോ അങ്ങനെ പറയുമ്പോൾ അർത്ഥം എന്താ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് വി എ മൈനസ് വി ബി. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് വി ഒ മൈനസ് വി എം, ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഓക്കെ, വി ഐ മൈനസ് വി എം. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വി ഒ പ്ലസ് വി ഐ ഈക്വൽ ടു 2vm or vm equal to vo plus vi by 2. Okay, so vm is equal to vo plus vi by 2. ഇതാണ് വെലോസിറ്റി ഓഫ് മിററിൻ്റെ ഇക്വേഷൻ. നമുക്ക് വെലോസിറ്റി ഓഫ് മിറർ അല്ല ആവശ്യം വരിക, പകരം എന്താണ്, വെലോസിറ്റി ഓഫ് ഇമേജ് ആയിരിക്കും ആവശ്യം വരിക. ഓക്കെ, ഇവിടുത്തെ കേസിൽ നോ പ്രോബ്ലം, ഇത് രണ്ടും ഈക്വൽ ആണ്. സോ അവിടെ എന്ത് വരില്ല, വെലോസിറ്റി ഓഫ് മിറർ 0 ആണ്. ഓക്കെ, അപ്പോൾ വി ഒ ഈക്വൽ ടു ഓട്ടോമാറ്റിക്കലി എന്ത് വരും, വി ഐ തന്നെ വരും, മാറ്റങ്ങളൊന്നും അതിൽ വരാനില്ല എന്നർത്ഥം. ഓക്കെ, സോ വി എം 0 വരുമ്പോൾ ഇത് ഇങ്ങോട്ട് പോവും. അപ്പോൾ വി ഒ പ്ലസ് വി ഐ ഈക്വൽ ടു 0, വി ഒ ഈക്വൽ ടു മൈനസ് വി ഐ എന്നുള്ള ആൻസർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി അപ്പം ഞാൻ വെറുതെ ഒരു കേസ് ചോദിക്കുകയാണ്. ഇവിടെ നിങ്ങട്ട് ഈ ഓബ്ജക്റ്റ് പോരുന്ന വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ ഇമേജ് എത്രയായിരിക്കും, -5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. ഒരു ഓബ്ജക്റ്റ് മിററിൻ്റെ അടുത്തേക്ക് പോയിരുന്നു with a velocity 5 meter per second, and the mirror is moving towards the object with a velocity 2 meter per second. What is the velocity of image? Question clear alle? The object moving towards a mirror with a velocity 5 meter per second, mirror moving towards the object with a velocity 2 meter per second, then what should be velocity of the image? This is a question. Okay, very simple. Vm is -2, കാരണം അത് പോരണത് ലെഫ്റ്റിക്കാണ്. ഈക്വൽ ടു VO is 5 പ്ലസ് VI അറിഞ്ഞൂടാ ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -4 ഈക്വൽ ടു 5 പ്ലസ് VI. സോ VI is equal to -9 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യത്തെ കേസ് ഓബ്ജക്റ്റ് മാത്രം മൂവ് ചെയ്യുക. പ്ലെയിൻ മിററിൻ്റെ കേസിൽ ഒന്നും ആലോചിക്കേണ്ട. വെലോസിറ്റി ഓഫ് ഇമേജ് വിൽ ബി ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ ആൻഡ് ദ സെയിം വാല്യൂ, -5 മീറ്റർ പെർ സെക്കൻഡ്. Here the object is moving towards a mirror and the mirror is moving towards the object. Then what is the velocity of image? Okay, then what is the velocity of the image? എന്നായിരുന്നു അടുത്ത കേസ്. അതിൻ്റെ ആൻസർ നമ്മൾ പറയാം എങ്ങനെയാണ്, വി എം ഈക്വൽ ടു വി ഒ പ്ലസ് വി ഐ ബൈ 2. അതിൽ വി എമ്മിന് വാല്യൂ കൊടുത്തു, വി ഒക്ക് വാല്യൂ കൊടുത്തു, അത് നമുക്ക് വി ഐ എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടും -9 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇക്വേഷൻ മറക്കരുത്. വി എം ഈക്വൽ ടു വി ഒ പ്ലസ് വി ഐ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതിന് അടുത്തൊരു സത്യം മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ ഒരു മിറർ ഇരിക്കണു, ഒരു ഓബ്ജക്റ്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്യണത്. ഇനി മിററും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, നോ പ്രോബ്ലം. കാരണം ഇവിടെ ഇരിക്കണ ഓബ്ജക്റ്റിന് ഇവിടെ ഇമേജ് കിട്ടും, ഇവിടെ ഇരിക്കണ ഒബ്ജക്റ്റിന് ഇവിടെ ഇമേജ് കിട്ടും. ഇതെങ്ങനെ നീങ്ങിയാലും അതേ സ്റ്റൈലിൽ തന്നെയാണ് മൂപ്പര് നീങ്ങി പോവുക. സോ ഈ മിററിന് പാരലൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിൽ ഒരു എഫക്റ്റും ഉണ്ടാക്കാനില്ല, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂവ്മെൻറ്റിൽ എഫക്റ്റ് ഉണ്ട്.
പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? സോ പാരലായിട്ട് മിറർ മൂവ് ചെയ്തു, അത് മിറർ വലിപ്പം കൂടുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, സോ ഈ ഓബ്ജക്റ്റ് നീങ്ങണു, നോ പ്രോബ്ലം, അതിലൊന്നും എന്തില്ല, എഫക്റ്റുകൾ വരില്ല. പെർപെൻഡിക്കുലർ ആയിട്ട് മിററിന് മൂവ്മെന്റ് വന്നാൽ ഈ ഇക്വേഷൻ പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. പറഞ്ഞ ലോജിക് കിട്ടിയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഒരു മിറർ, ഇതിൻ്റെ മുന്നിലായിട്ട് ഒരു ഓബ്ജക്റ്റ് ഉണ്ട്. ഈ ഓബ്ജക്റ്റ് ഇങ്ങനെയാണ്. ഓക്കെ, 5 മീറ്റർ പെർ സെക്കൻഡ്, സോറി 5√2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യണത് അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി. വാട്ട് ഷുഡ് ബി ദ വെലോസിറ്റി ഓഫ് ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ object moving with a velocity 5√2 meter per second at an angle 45 degree, then what should be the velocity of image? Very simple. ഇതിനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ കമ്പോണൻ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് വരും, അടുത്ത കമ്പോണൻറ്റും 5 മീറ്റർ പെർ സെക്കൻഡ് വരും. സംശയമില്ലല്ലോ, കാരണം 45 ഡിഗ്രി ആണ്, അപ്പോൾ 1/√2 എന്നാണ് വരിക. എ കോസ് 45 എന്നല്ല വരിക, a/√2. √2 വെട്ടിപ്പോവും, ഇത് 5 വരും, ഇതും 5 വരും. സോ ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങനെ വരും, 5 മീറ്റർ പെർ സെക്കൻഡ്. മുകളിലേക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, ഇങ്ങനെ പോവും. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ഇമേജ് വരിക ഇങ്ങനെയാണ്. നോ ഡൗട്ട് ഇറ്റ് ഈസ് 5√2 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് ഇമേജിനെ കോർഡിനേറ്റ് ആക്കിയിട്ട് എഴുതണമെങ്കിൽ 5i + 5j. സോ വെലോസിറ്റി ഓഫ് ഇമേജ് വിൽ ബി 5√2 മീറ്റർ പെർ സെക്കൻഡ്. സംശയമില്ലല്ലോ, വളരെ ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് എഴുതിയെടുക്കൂ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഇതിൻ്റെ അടുത്തൊരു കേസ്, ഇങ്ങനെ മിറർ. ഓക്കെ, ഇവിടെ ഓബ്ജക്റ്റ് ഉണ്ട്, 5 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യണം അറ്റ് ആൻ ആംഗിൾ 37 ഡിഗ്രി. ആൻഡ് ദ മിറർ ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ഓബ്ജക്റ്റ് അറ്റ് ആൻ ആംഗിൾ, വിത്ത് എ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. The object moving towards a mirror with a velocity 5 meter per second at an angle 37 degree. Okay, then the mirror is moving towards a mirror is moving towards the object with a velocity 2 meter per second. Find the velocity of the image. ആ ഇമേജിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിൾ ആണ്. 37 ഡിഗ്രി എന്ന് പറഞ്ഞ വാല്യൂവിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു അല്ലേ? 37 ഡിഗ്രി എന്നുള്ള വാല്യൂ വരുമ്പോൾ ഇതിൻ്റെ ബാക്കി രണ്ട് സൈഡുകൾ എഴുതി പോവുക വളരെ സിമ്പിളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമ്മൾ കുറേ പ്രാവശ്യം യൂസ് ചെയ്തൊരു കേസാണിത്. ഇവിടെ 3 ആയിരിക്കും, ഇവിടെ 4 ആവും. ഇവിടെ 4 ആണ് വരിക, ഇവിടെ 3 ആണ് വരിക. ഓക്കെ, ഇത് 53 ഡിഗ്രി ആണെങ്കിൽ ഇവർ നേരെ തിരിയും. ഇവിടെ 4 വരും, ഇവിടെ 3 വരും. 37 ഡിഗ്രി 3 ഇവിടെ വരും, 53 ഡിഗ്രി 3 താഴെയാണ് വരിക. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ 4 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കമ്പോണൻ്റ് എന്താണെന്ന് തീരുമാനമായി, 4 മീറ്റർ പെർ സെക്കൻഡ്. ഈ കമ്പോണൻ്റ് എന്താണെന്ന് തീരുമാനമായി, 3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ പെർപെൻഡിക്കുലർ കേസ് വരുമ്പോൾ, ഓക്കെ, പെർപെൻഡിക്കുലർ കേസ് വരുന്ന സമയത്ത് VM ഇസ് ഈക്വൽ ടു VI പ്ലസ് VO/2. ഓക്കെ, എന്ന് പറഞ്ഞാൽ VMൻ്റെ വാല്യൂ -2 ഈക്വൽ ടു VI നമുക്ക് അറിഞ്ഞൂടാ, പ്ലസ് VO എന്ന് പറഞ്ഞാൽ 4 മീറ്റർ പെർ സെക്കൻഡ് ബൈ 2. ഇതിങ്ങോട്ട് പോരുമ്പോൾ -4 ഈക്വൽ ടു VI പ്ലസ് 4, VI ഈക്വൽ ടു -8 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇമേജ് ഇങ്ങോട്ട് വരുന്നത് 8 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഓക്കെ, പാരലൽ ആയിട്ടുള്ള കേസിൽ നോ ചേഞ്ച് അറ്റ് ഓൾ, 3 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവ് കൂടെ ആയിരിക്കും ഇമേജ് പാസ് ചെയ്യാം. ഓക്കെ, സോ ഇമേജിൻ്റെ കോർഡിനേറ്റ്സിൽ എഴുതുക എങ്ങനെയാ ചോദിച്ചാൽ, വെക്റ്റർ ഫോമിൽ എഴുതുക എങ്ങനെയാ ചോദിച്ചാൽ -8i പ്ലസ് 3j. വാട്ട്സ് എ വെലോസിറ്റി ഓഫ് ഇമേജ് എന്ന് ചോദിച്ചാൽ, ഓക്കെ, വാട്ട്സ് ദ റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ഇമേജ് എന്ന് ചോദിച്ചാൽ √64 പ്ലസ് 9, ആൻസർ ഈസ് √72 മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് ദി വെലോസിറ്റി ഓഫ് ഇമേജ്.
സോ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, വെലോസിറ്റി ഓഫ് ഇമേജ് ബൈ എ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിതിൻ്റെ ഇക്വേഷൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് മോർ ദാൻ ദ തിയറി. ഓക്കെ, ഒരുപാട് ഡെറിവേഷൻസ് നമുക്ക് ആവശ്യമില്ല. നമ്മളുടെ തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാണ്, അതെല്ലാം ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാണ്. ഓക്കെ, സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കുക. താങ്ക് യു ഓൾ.